ഈ പുഴയും കടന്ന് സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിൻ്റെ ഒറിജിനൽ പ്രൊമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വിനീതും ഗംഗയും വിവാഹം കഴിഞ്ഞതിന് ശേഷം പുറത്തേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അങ്ങോട്ടേക്ക് നമ്മളുടെ സുജാതയുടെ മകളും കൂടി വരുന്നുണ്ട്. ഇവരെ കണ്ടതും വിനീതിനും ഗംഗയ്ക്കും മറ്റുള്ളവർക്കൊക്കെ ഒരു പേടിയാവുന്നുണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇനി പ്രശ്നമൊന്നും ഉണ്ടാവില്ല. സുജാത ഇവരെ അംഗീകരിക്കുമെന്നൊക്കെ വിചാരിച്ചാണ് നിൽക്കുന്നത്. ആ സമയത്ത് സുജാത അടുത്തേക്ക് വന്നതും വിനീതും ഗംഗയും കൂടി അമ്മ അനുഗ്രഹിക്കണമെന്നും പറഞ്ഞ് സുജാതയുടെ കാലിൽ വീഴാൻ തുടങ്ങുന്ന സമയത്ത് സുജാത, ആരുടെ അമ്മ, ഏതമ്മ, നിനക്ക് അങ്ങനെ ഒരു അമ്മയില്ല. അന്നേരം വിനീത് പറയുന്നുണ്ട്, അമ്മ എന്താ ഈ പറയണേ, ഇങ്ങനെയൊക്കെ പറയല്ലേ അമ്മേ, ഞാൻ അതിന് എന്ത് തെറ്റാ ചെയ്തതെന്ന് ചോദിക്കുമ്പോൾ, നീ തെറ്റൊന്നും ചെയ്തില്ല, ഇതുപോലൊരു കള്ളക്കല്യാണം അല്ലേ നീ നടത്തിയെന്ന് ചോദിക്കുമ്പോൾ കാവേരി പറയുന്നുണ്ട്, കള്ളക്കല്യാണം ആവണേ എങ്ങനെയാ, നാട്ടുകാരും വീട്ടുകാരും സ്വന്തക്കാരൊക്കെ കൂടി കല്യാണം നടത്തുമ്പോൾ അത് കള്ളക്കല്യാണം ആവുമോ, പരസ്യമായിട്ടല്ലേ കല്യാണം നടത്തിയെന്ന് ചോദിക്കുമ്പോൾ, ഞാൻ നിൻ്റെ അച്ഛനോടും അമ്മയോടും ഗംഗയെ വിനീതിന് വിവാഹം കഴിച്ചു കൊടുക്കണമെന്ന് പറയാനായിട്ട് ഒരു ദിവസം വന്നിരുന്നു. അന്ന് നിൻ്റെ അച്ഛനും അമ്മയും അതിന് സമ്മതിച്ചില്ല. അന്ന് നിങ്ങളെല്ലാവരും സമ്മതിച്ചേർന്നെങ്കിൽ ഇതൊരു നേരായ കല്യാണം ആയേനെ. ഇപ്പം തന്നെ ഞാൻ നിൻ്റെ വീട്ടിൽ വന്ന് പെണ്ണ് ചോദിക്കുമോ, പെണ്ണ് കാണാൻ വരുമോ, എന്തെങ്കിലും ചെയ്തോർന്നോടി, പിന്നെ ഇത് കള്ളക്കല്യാണം അല്ലാണ്ട് ആവണേ എങ്ങനെയാണെന്ന് ചോദിക്കുമ്പം സുജാതയുടെ അമ്മ പറയുന്നുണ്ട്, എന്തായാലും ഇപ്പോൾ വിവാഹം കഴിഞ്ഞില്ലേ സുജാത, നീ ഇനി ഇവരെ അനുഗ്രഹിക്കുന്നു പറയുമ്പം അതൊരിക്കലും ഇല്ല. എനിക്കൊരു മകനുണ്ടായിരുന്നു, അവൻ മരിച്ചു. ഇന്നേക്ക് 16-ൻ്റെ അന്ന് എൻ്റെ വീട്ടിലൊരു ചടങ്ങുണ്ട്, ഇവൻ്റെ 16 അടിയന്തരം, അതിന് നിങ്ങളെല്ലാവരും വരണം, അവിടെ സദ്യ ഉണ്ടാവും, അതിന് അമ്മയും വരണം എന്ന് പറയുമ്പം നീ എന്തൊക്കെയാണ് സുജാത ഈ പറയണേ, നിൻ്റെ സ്വന്തം മോനെക്കുറിച്ചാണോ നീ ഇങ്ങനെയൊക്കെ പറയണേ, എന്തായാലും ഇങ്ങനെയൊക്കെ സംഭവിച്ചു, അത് നീ ക്ഷമിക്ക് സുജാതയെന്ന് പറയുമ്പം ഞാൻ അമ്മേനോടും കൂടിയാണ് പറഞ്ഞത്, അമ്മയും വന്നേരെ അന്ന് ഞാനിവനെ പടിയടിച്ച് പിണ്ടം വയ്ക്കും, പിന്നെ എൻ്റെ തറവാട്ടിൽ ഇവനെ കയറ്റൂല, അത് മാത്രമല്ല ഞാൻ മരിച്ച എൻ്റെ ശവം കാണാൻ പോലും ഇവൻ വരരുതെന്ന്. അത് കേട്ടതും വിനീതിനാണെങ്കിൽ ഭയങ്കര സങ്കടമാവുന്നുണ്ട്. വിനീത് അമ്മ എന്താ അമ്മ ഇങ്ങനെയൊക്കെ പറയണമെന്ന് ചോദിക്കുമ്പോൾ വിനീതിനോട് അതിന് മറുപടി ഒന്നും പറയാതെ വാടിയെന്നും പറഞ്ഞ് മോളെയും വിളിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നത് ഗംഗയും വിനീതും ഗംഗയുടെ വീട്ടിലോട്ട് വന്നേക്കാണ്. അങ്ങനെ ജീപ്പിൽ നിന്ന് ഇറങ്ങാൻ പോണ സമയത്ത് വിനീതാണെങ്കിൽ ഗംഗയ്ക്ക് നേരെ കൈ കാണിക്കുന്നുണ്ട്. പക്ഷേ ഗംഗ ആ കൈ പിടിക്കാതെ തന്നെ താഴേക്ക് ഇറങ്ങുമ്പോൾ വിനീതിന് ചെറിയൊരു വിഷമമൊക്കെ ആവുന്നുണ്ട്. എന്നിട്ട് ഗംഗയാണെങ്കിൽ വിനീതിനെ മൈൻഡൊന്നും ആക്കാതെ മുന്നോട്ട് പോകാണ്. അപ്പോൾ കാവേരി പറയുന്നുണ്ട്, ചേച്ചി പോകല്ലേ, അവിടെ നിൽക്കുക, എല്ലാവരും ഒരുമിച്ച് വേണം ഇങ്ങോട്ട് വരാനെന്ന് പറയുമ്പോൾ ഗംഗ അവിടെ നിൽക്കുന്നുണ്ട്. അതിൻ്റെ അടുത്തേക്ക് വിനീതും അതുപോലെ നിതിനും വന്നിട്ട് കാവേരി എല്ലാവരും ചേർന്ന് മുന്നോട്ട് വരാൻ തുടങ്ങുമ്പോൾ നിതിൻ പറയുന്നുണ്ട്, നിങ്ങളിവിടെ നിൽക്കുക, ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ എന്നും പറഞ്ഞ് നിതിൻ ഓടിപ്പോയി മുന്നിൽ നിന്ന് ഇവർ വരുന്ന ആ ഒരു വീഡിയോയൊക്കെ ഫോണിൽ പകർത്തുന്നുണ്ട്. പിന്നീട് വീടിൻ്റെ മുമ്പിൽ വന്നതും ശാരദ പറയുന്നുണ്ട്, മോൾ ഇവിടെ നിൽക്കുക, ഞാനിപ്പോൾ നിലവിളക്കുമായിട്ട് വരാമെന്നും പറഞ്ഞ് ശാരദ നിലവിളക്കുമായിട്ട് ഇറങ്ങി വന്നിട്ട് ഈ ഗംഗയുടെ കയ്യിലേക്ക് നിലവിളക്ക് കൊടുക്കാൻ തുടങ്ങുമ്പം ഗംഗ ആലോചിക്കുന്നുണ്ട്. നേരത്തെ വിനീതിൻ്റെ കല്യാണാലോചന അച്ഛൻ പറഞ്ഞ സമയത്ത് ഈ ഗംഗയുടെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, അച്ഛ എനിക്ക് ഒരുപാട് നാടുകൾ കാണണം, അതുപോലെ പുതിയ ആളുകളെ പരിചയപ്പെടണം, പുതിയ ബന്ധങ്ങൾ ഉണ്ടാക്കണം, ഇതുപോലെ അല്ലാതെ വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി എനിക്ക് ജീവിക്കണം. ഇതൊക്കെ ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഗംഗയ്ക്ക് സ്വാഭാവികമായിട്ടും ഭയങ്കര സങ്കടം വരുന്നുണ്ട്. കാരണം ഗംഗ ആഗ്രഹിച്ചത് വേറെ ഏതെങ്കിലും ഒരു വീട്ടിൽ പോയി താമസിക്കണമെന്ന്. പക്ഷേ ഇപ്പോൾ ഗംഗ താമസിക്കാൻ പോകുന്നത് ഗംഗയുടെ സ്വന്തം വീട്ടിൽ തന്നെ. അതൊക്കെ ഓർത്തിങ്ങനെ വിഷമിച്ച് നിൽക്കുമ്പം എന്താ മോളെ ആലോചിച്ച് നിൽക്കണേ, നിലവിളക്ക് പിടിച്ച് അകത്തോട്ട് കയറുന്നു പറഞ്ഞിട്ട് വിനീതും ഗംഗയും നിലവിളക്കുമായിട്ട് അകത്തേക്ക് കയറുന്നുണ്ട്. അകത്ത് കയറി ചെന്നതും വിനീതിനെയും ഗംഗേനെയും അവിടെ നിർത്തി പല പോസിൽ ഈ നിതിൻ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ട്. പിന്നീട് ഒരു സെറ്റിയിൽ ഇരുത്തിയിട്ട് ഈ ശാരദയാണെങ്കിൽ പാൽ കൊണ്ടുപോയി കൊടുക്കുന്ന സമയത്ത് വിനീത് ആ പാല് കുടിച്ചിട്ട് ബാക്കി പാല് ഗംഗയുടെ നേരെ നീട്ടുമ്പം ഗംഗയാണെങ്കിൽ അത് വാങ്ങണമെന്നില്ല. കാരണം വേറൊന്നുമല്ല, ഗംഗ അത് ശ്രദ്ധിക്കണ പോലുമില്ല. ഗംഗ വേറെ എന്തൊക്കെയോ ഇങ്ങനെ ആലോചിച്ചിരിക്കുകയാണ്. ആ സമയം കാവേരി ഗംഗയെ തോണ്ടി വിളിച്ചിട്ട് ദേ ചേച്ചി പാലെന്ന് പറഞ്ഞതും ഗംഗ മനസ്സോടെ തന്നെയാണ് ആ പാല് വാങ്ങി കുടിക്കുന്നത്. അത് കാണുമ്പം കാവേരിക്കൊക്കെ തോന്നുന്നുണ്ട് ഈ ഗംഗയ്ക്ക് ഈ വിവാഹത്തിന് താല്പര്യമില്ലായിരുന്നു എന്ന് തന്നെ. പിന്നീട് കാവേരി ഓർക്കുന്നുണ്ട്, ഈ ഗംഗയോട് കാവേരിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു, ഈ വിനീതേട്ടനെ വിവാഹം കഴിക്കണ കാര്യത്തിൽ ചേച്ചിക്ക് സമ്മതമാണോ, ചേച്ചിയുടെ സ്വപ്നങ്ങളൊക്കെ വേറെ അല്ലേ എന്ന് ചോദിക്കുമ്പോൾ അത് സ്വപ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു എൻ്റെ അച്ഛൻ ജീവിച്ചിരുന്ന സമയത്ത്. എൻ്റെ അച്ഛൻ മരിച്ചതോടുകൂടി എൻ്റെ എല്ലാ സ്വപ്നങ്ങളും തീർന്നു, എൻ്റെ എല്ലാ സ്വപ്നവും വാരിക്കൂട്ടിക്കൊണ്ട് അച്ഛൻ പോയെന്ന് ഇങ്ങനെ പറഞ്ഞതൊക്കെ കാവേരി ഓർക്കുന്നുണ്ട്. പിന്നീട് വിനീതിന് പഴം കൊടുത്തിട്ട് ആ പഴവും വിനീത് കഴിച്ചിട്ട് ഈ ഗംഗയ്ക്ക് കൊടുക്കുമ്പോൾ ഗംഗ അതും അത്ര തൃപ്തിയല്ലാത്ത രീതിയിൽ തന്നെ വാങ്ങി കഴിക്കുന്നുണ്ട്. പിന്നീട് കുറച്ച് ഫോട്ടോസ് എടുക്കാമെന്നും പറഞ്ഞ് ഈ നിതിനാണെങ്കിൽ വിനീതിൻ്റെയും ഗംഗയുടെയും അതുപോലെ വീട്ടിലുള്ള എല്ലാവരുടെയും ചേർത്ത് നിർത്തി കുറേ അധികം ഫോട്ടോസ് ഫോണിൽ തന്നെ എടുക്കുന്നുണ്ട്. ഫോട്ടോ എടുക്കലൊക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ
വിനീതാണെങ്കിൽ ഇങ്ങനെ ആകെ ഒരു വിഷമത്തോടുകൂടി പറയുന്നുണ്ട്, 2-3 ദിവസം ഞങ്ങളിവിടെ നിന്നിട്ട് വേറൊരു വാടക വീടെടുത്ത് മാറാമെന്ന്. ആ നേരം ശാരദ പറയുന്നുണ്ട്, അതെന്തിനാ മോനെ മാറുന്നത്, നിനക്കിത് നിൻ്റെ സ്വന്തം വീടല്ലേ, എന്തായാലും നീ ഇതിനു മുമ്പും ഇവിടെ തന്നെ വന്നുകൊണ്ടിരുന്നതല്ലേ, പിന്നെ എന്താ പ്രശ്നം. ആ സമയം അച്ചമ്മ പറയുന്നുണ്ട്, അത് നിൻ്റെ അമ്മ എന്തെങ്കിലും വിചാരിക്കുമെന്ന് കരുതിയിട്ടാണോ, അതൊന്നും വേണ്ട, എന്തായാലും ഇവിടെ ഇപ്പോൾ പെൺകുട്ടികൾ മാത്രമല്ലേ ഉള്ളൂ, ഇപ്പോൾ ഇവിടെ ഒരു ആണിൻ്റെ ആവശ്യമുള്ള സമയം, മോൻ ഇവിടെ തന്നെ നിൽക്കുക, ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും മോനക്ക് നോക്കാമല്ലോ എന്ന് പറയുമ്പം വിനീത് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുന്നുണ്ട്. വിനീതിൻ്റെ അമ്മാവൻ വിനീതിനോട് ഗംഗയെ നീ വിവാഹം കഴിക്കണ്ടെന്ന് പറഞ്ഞതും അപ്പോൾ വിനീത് എൻ്റെ നന്മയെ കരുതിയായിരിക്കും അമ്മാവൻ ഇങ്ങനെ പറയണേന്നറിയാം. എന്തായാലും അമ്മാവൻ പറയണതിന് മാറ്റമൊന്നുമില്ല. ആ സമയത്താണെങ്കിൽ ഈ അരവിന്ദൻ പറയുന്നുണ്ട്, ഇപ്പം നീ ഗംഗയെ വിവാഹം കഴിച്ചില്ലെങ്കിലും നീ ഇപ്പം ഇവിടുത്തെ കാര്യങ്ങൾ എങ്ങനെയൊക്കെ നടത്തുന്നോ അതുപോലെ തന്നെ മുന്നോട്ടും നീ നടത്തണം, നീ ഇവിടെ എപ്പോഴും വരണം എന്നൊക്കെ പറയണതും വിനീത് അത് സമ്മതിക്കണതൊക്കെ ഇങ്ങനെ ഓർക്കുന്നുണ്ട്. പിന്നീട് നമ്മളുടെ ശാരദയൊക്കെ വിനീതിനോടും ഗംഗയോടും പോയി ഫ്രഷ് ആവാൻ പറഞ്ഞ് അവർ റൂമിലോട്ട് വിട്ടതിന് ശേഷം ഈ നിതിനാണെങ്കിൽ പോവാണ്ട് നിൽക്കുന്നുണ്ട്. അന്നേരം നിതിനോട് അച്ചമ്മ പറയുന്നുണ്ട്, ഈ വീട്ടിലെ ആരും അല്ലാതെ ഇരുന്നിട്ടും ഇവിടുത്തെ എല്ലാ കാര്യത്തിനും മോൻ സഹകരിച്ചു, മോനോട് എങ്ങനെ നന്ദി പറയണമെന്ന് അറിയില്ല എന്ന് പറയുമ്പം മുന്നോട്ടും ഞാൻ സഹകരിക്കണമെങ്കിൽ സഹകരിക്കാം, അതിനൊന്നും എനിക്ക് കുഴപ്പമില്ല എന്ന് കാവേരിയുടെ നേരെ നോക്കി ഇങ്ങനെ പറയുന്ന സമയത്ത് കാവേരി ആണെങ്കിൽ മിണ്ടാണ്ടിരിക്കുന്നുള്ളൊരു രീതിയിൽ ഇങ്ങനെ നിതിൻ്റെ നേരെ കണ്ണുകൊണ്ട് കാണിക്കുന്നുണ്ട്. പിന്നീട് കാവേരി പറയുന്നുണ്ട്, നിതിന് ആ ഫോണൊന്ന് തന്നെ ഞാൻ ഫോട്ടോസൊക്കെ ഒന്ന് നോക്കട്ടെ എന്നും പറഞ്ഞ് നിതിൻ്റെ കയ്യിൽ നിന്ന് ഫോൺ വാങ്ങിയിട്ട് ഫോട്ടോസെല്ലാം സൂം ചെയ്ത് നോക്കണ സമയത്ത് കാവേരിക്കൊരു കാര്യം മനസ്സിലാവുന്നുണ്ട്. ഈ വിനീതിൻ്റെ മുഖത്ത് നല്ല സന്തോഷമുണ്ടെങ്കിലും ഈ ഗംഗയുടെ മുഖത്ത് ഒരു സന്തോഷമില്ല. ഗംഗയ്ക്ക് എന്തൊക്കെയോ സങ്കടവും നിരാശയും ബാധിച്ചതുപോലെ തന്നെയാണ് എല്ലാ ഫോട്ടോയിലും ഗംഗ ഇരിക്കുന്നത്. അത് കാണുമ്പം കാവേരിയുടെ ഉള്ളിൽ ഒരു വിഷമമൊക്കെ തോന്നുന്നുണ്ട്. ഇനി കാവേരി വിനീതേട്ടനുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോയില്ലെങ്കിലോ എന്നുള്ളൊരു പേടിയൊക്കെ കാവേരിയുടെ മനസ്സിലുണ്ടെങ്കിലും കാവേരി അത് മറ്റാരോടും പറയണമൊന്നുമില്ല. പിന്നീട് കാണിക്കുന്നത് രാത്രിയായിട്ട് നമ്മളുടെ ശാരദയാണെങ്കിൽ കാവേരിയും കൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട്. എന്നിട്ട് കാവേരിയോട് പറയുന്നുണ്ട്, എനിക്ക് നിന്നോട് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ടെന്ന് പറയുമ്പം എന്ത് കാര്യം അമ്മ, എന്താണെങ്കിലും പറഞ്ഞു എന്ന് പറയുമ്പം അങ്ങോട്ടേക്ക് അച്ചമ്മ വരുന്നുണ്ട്. അച്ചമ്മ വന്നതും ദേ അമ്മ വന്നു തുടങ്ങി, ഞാൻ പിന്നെ പറയാമെന്നും പറഞ്ഞിങ്ങനെ നിൽക്കുമ്പം അച്ചമ്മ വന്നിട്ട് ശാരദയോട് പറയുന്നുണ്ട്, നീ ഇവിടെ വന്ന് നിൽക്കുവാണോ, ഇനി എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാനുണ്ടെന്ന് പറയുമ്പോൾ ഇനി എന്ത് കാര്യമേ ചെയ്യാനുള്ള, കല്യാണം നടന്നില്ല അതല്ലായിരുന്നു ഏറ്റവും വലിയ കാര്യം, അത് നടന്നൂല്ലോ എന്ന് പറയുമ്പം അതൊന്നും അല്ല ഏറ്റവും വലിയ കാര്യം, ഇനി അതിലും വലിയ കാര്യങ്ങൾ നടക്കാനുണ്ട്, അതിന് നമ്മൾക്ക് ഒരുക്കണ്ടേ, എന്തൊരുക്കണ കാര്യം അമ്മ പറയണേന്ന് ചോദിക്കുമ്പം അതല്ലെന്നേ റൂം ഒരുക്കണ്ടേ, ഏത് റൂമോ ഒരുക്കണ്ടേന്ന് ചോദിക്കുമ്പോൾ റൂം ഒരുക്കണോ, എന്തിനാ അമ്മ റൂം ഒരുക്കണേന്ന് ചോദിക്കുമ്പം കാവേരി പറയുന്നുണ്ട്, അത് അച്ചമ്മ ഉദ്ദേശിച്ചത് അവരുടെ ഫസ്റ്റ് നൈറ്റിൻ്റെ കാര്യം അമ്മയെന്ന്. ആ നേരത്ത് ഈ അച്ചമ്മ പറയുന്നുണ്ട്, നിൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, ഇവൾക്ക് നിന്നേക്കാളും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന, ഏത് റൂമിൽ അവരെ കിടത്തണേന്ന് ചോദിക്കുമ്പം ഈ ശാരദ പറയുന്നുണ്ട്, അവർ ഗംഗ കിടക്കണ ആ റൂമിൽ തന്നെ കിടന്നോട്ടെ എന്ന് പറയുമ്പം അതിലെങ്ങനെയാണ് അമ്മ, അതിൽ ഞങ്ങളും കിടക്കാമല്ലേ, പിന്നെ ഇങ്ങനെ ആ റൂമിൽ കിടത്തണേന്ന് ചോദിക്കുമ്പം എന്നാൽ നമ്മൾ ഗസ്റ്റുകൾക്ക് കൊടുക്കാനായിട്ട് 2 റൂം മാറ്റിയിട്ടിട്ടില്ലേ, ആ റൂമിൽ കിടത്താം, അതാവുമ്പോൾ ഹോട്ടൽ റൂം പോലെ നല്ല വൃത്തിക്കാണ് കിടക്കണേന്ന് പറയുന്ന സമയത്ത് ശാരദ പറയുന്നുണ്ട്, എന്നാൽ നമുക്ക് ആ റൂം തന്നെ കൊടുക്കാം, എന്തായാലും ഞാൻ പോയി അതിന് വേണ്ട ഒരുക്കങ്ങളൊക്കെ നടത്തട്ടെ എന്നും പറഞ്ഞ് അച്ചമ്മ പോകുമ്പം ഈ ശാരദ പറയുന്നുണ്ട്, എന്നാലും അമ്മയ്ക്ക് ഇതിലൊക്കെ വലിയ ഉത്സാഹമാണല്ലോ, പണ്ട് എൻ്റെയും അരവിന്ദേട്ടൻ്റെയും കല്യാണം കഴിഞ്ഞെന്ന് രാത്രി ഞങ്ങൾ മനസ്സമാധാനമായിട്ട് ഉറങ്ങാൻ പോലും സമ്മതിക്കാത്ത ആളായി അമ്മ എന്ന് പറയുമ്പം അതെന്താ അച്ചമ്മ എന്താ ചെയ്തതെന്ന് ചോദിക്കുമ്പം അമ്മ ഞങ്ങളറിയാതെ ഞങ്ങൾ കിടക്കണ കട്ടലിൻ്റെ അടിയിൽ കയറി കിടന്നു, എന്നിട്ട് എനിക്കൊന്ന് മനസ്സമാധാനമായിട്ട് കിടന്ന് ഉറങ്ങണം, ഒച്ച ഉണ്ടാക്കാതിരിക്കുമെന്ന് പറഞ്ഞു, അപ്പോഴാണ് ഞങ്ങൾ അറിയണേ അമ്മ കട്ടലിൻ്റെ അടിയിൽ ഉണ്ടായിരുന്നു എന്നുള്ള വിവരം. അത് ഏത് സമയത്താണ് അമ്മ അച്ചമ്മ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം നീ അതും അറിയണോ, അല്ലെങ്കിലും ഞാൻ ഇത് ആരോടായി പറയണേന്നും ചോദിച്ചുകൊണ്ട് ശാരദയാണെങ്കിൽ മണ്ടത്തരം പറ്റിയ പോലെ ഇങ്ങനെ തലയ്ക്ക് കൈ കൊടുത്ത് പോടി അവിടെ നിന്നും പറഞ്ഞ് കാവേരിയെ ഓടിച്ചു വിടുന്നുണ്ട്. ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത്. എന്തായാലും ഈ ഗംഗയ്ക്കാണെങ്കിൽ വിനീതിനോട് വലിയ താല്പര്യമൊന്നുമില്ല. ഗംഗ വേറൊരു നിവൃത്തിയില്ലാത്തത് കൊണ്ട് മാത്രം ഈ വിനീതിനെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചതാണ്. ഗംഗയ്ക്ക് ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളൊക്കെ ഉണ്ടായിരുന്നു. ആ പ്രതീക്ഷകളും സ്വപ്നങ്ങളും തകർന്നു പോയതിൻ്റെ ദേഷ്യം മുഴുക്ക ഇനി ഗംഗ കാണിക്കാൻ പോകുന്നത് വിനീതിനോടായിരിക്കും. മൊത്തത്തിൽ നമ്മളുടെ സുജാത പറഞ്ഞതുപോലെ തന്നെ വിനീതിൻ്റെ ജീവിതം ഗംഗയായിട്ട് തന്നെ നശിപ്പിച്ച് കൈ കൊടുക്കുന്ന എപ്പിസോഡ് തന്നെയാണ് ഇനി വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ടൊക്കെ കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.